ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സിറിയായിലെ അന്റോണിനോസ്, അപ്പമേയയിലെ അന്റോണിനോസ് എന്നും പറയാറുണ്ട്. ഇപ്പോഴത്തെ സിറിയായിൽ തന്നെ ജനിച്ച ആളാണ് ഈ അന്റോണിനോസ്. ഈ മേസ്ത്രിയായിരുന്നു. കല്ല് വെട്ടി വീട് പണിയുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മേസ്ത്രിയായിരുന്നു. ഈ വിജാതിയിൽ തിങ്ങിപ്പാർത്തിരുന്ന അരിബാത്സുസ് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. എന്നാൽ ഈ വിജാതി ആചാരങ്ങളെല്ലാം അതിനൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അപലപിച്ചുകൊണ്ട് സന്യാസം വരിച്ചു. അങ്ങനെ 2 കൊല്ലം ഒരു ഋഷിയെ പോലെ ജീവിച്ചു. ശരിക്കും കുടിലൊക്കെ കെട്ടി അങ്ങനെ ഒരു തനി സന്യാസം. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്വന്തം ഗ്രാമത്തിലേക്ക് വന്നു. അവിടെ സുവിശേഷം പ്രഘോഷിച്ചു. പലരും ക്രിസ്തു ധർമ്മം സ്വീകരിച്ചു. അപ്പോൾ അവർ ക്രിസ്തു ധർമ്മം സ്വീകരിച്ചു ഒരു പ്രദേശത്തെ ഉള്ളവർ മുഴുവൻ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ക്ഷേത്രങ്ങളിലെ അമ്പലങ്ങളിലെ വിഗ്രഹങ്ങളൊക്കെ നശിപ്പിച്ചു. അപ്പോൾ അത് കുറച്ച് പ്രശ്നമുണ്ടാക്കി. അങ്ങനെ അദ്ദേഹം പിന്നെ അപ്പമേയ എന്ന സ്ഥലത്തേക്ക് പോയി. അപ്പമേയ അവിടെ ഒരു പള്ളി പണിതു. അങ്ങനെ പുള്ളി അവിടെ ഒരുപാട് സുവിശേഷ വേലയൊക്കെ ചെയ്ത സമയത്ത് അവിടെ വെച്ചാണ് കൊല്ലപ്പെടുന്നത്. 4-ാം നൂറ്റാണ്ടിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. കൃത്യമായ തീയതികൾ നമുക്കറിയില്ല. എങ്കിലും സിറിയയിൽ നിന്നുള്ള ഒരു വലിയ വിശുദ്ധനാണ് സിറിയയിലെ അന്റോണിനോസ് അല്ലെങ്കിൽ അപ്പമേയയിലെ അന്റോണിനോസ്. ഇന്ന് നമ്മൾ തിരുനാൾ ആഘോഷിക്കുന്ന മറ്റ് വിശുദ്ധർ: അബീബുസ് ഓഫ് എഡേസ, അഗ്രിക്കോള ഓഫ് അവിഞ്ഞോൺ, ഐഥാലാസ് ഓഫ് അൻഡ്രിയാനോപോളിസ്, ആൽബർട്ട് ഓഫ് പൊൻഡീഡ, അമ്മൂൻ ഓഫ് അൻഡ്രിയാനോപോളിസ്, അന്റോണിനസ് ഓഫ് പമിയേഴ്സ്, അന്റോണിയോ ഫ്രാങ്കോ, ബ്രൊക്കാർഡ, കോമസ് ഓഫ് ക്രേത്തെ, എലയാസർ ദ പേട്രിയാർക്ക്, എൽപീദിയൂസ് ഓഫ് ലിയോൺ, എൽപീദിയൂസ് ദ കപ്പദോച്ചിയൻ, ഹ്യൂം, ഇൻഗ്രീഡ് ഓഫ് സ്വീഡൻ, യൂസ്തുസ് ഓഫ് ലിയോൺസ്, ലൻഫ്രാങ്കോ ഓഫ് വെർസേലി, ലിസീനിയൂസ്, മാർഗരറ്റ് ഓഫ് ലിവൈൻ, Maxima of Rome, Non-Notsus, Octavian of Volterra, Prospero of Tarragona, Solomon Le Clerc, Sigrius of Autun, Theodota of Bithynia, Valentine of Strasbourg, Vitus of Pontida, William of Roskilde, Holy Bishops of Rennes, Martyrs of Nicomedia, 3 പേര്, മാർട്ടേഴ്സ് ഓഫ് സെപ്റ്റംബർ 191 പേര് ബെയാറ്റിഫൈഡ്, മാർട്ടേഴ്സ് ഓഫ് 2 സെപ്റ്റംബർ 10 പേര്, മാർട്ടേർഡ് സലേഷ്യൻസ് ഓഫ് റോക്ക്ഫോർട്ട് 3 പേര്, മാർട്ടേർഡ് ഇൻ ദ സ്പാനിഷ് സിവിൽ വാർ ബൾദോമേർ മർഗനാഥ് പ്യുഗ്മിത്തിയ, പൊർത്തനാത്തോ ബാറോൺ നങ്ക്ലേയേഴ്സ്, ജോവാൻ ഫ്രാങ്ക്വേസ കോസ്റ്റ, ഹൊസെ മരിയ ലാഗ്വിയ പ്യൂർത്തോ, ലോറൻസോ ഇൻസ സെൽമ. വിശുദ്ധരെ സ്വർഗത്തിലെ ആരാധനയിൽ സംബന്ധിക്കുന്നുവെന്ന് വെളിപാട് പുസ്തകം 7-ാമത്തെ അധ്യായം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ വിശുദ്ധരുടെ ലിറ്റർജിയിലാണ് നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ പങ്കെടുക്കുന്നത്. സ്വർഗത്തിൽ ലിറ്റർജിയിൽ വിശുദ്ധർ പങ്കെടുക്കുന്നതോടൊപ്പം ഭൂമി ലിറ്റർജിയിൽ നമ്മൾ പങ്കെടുക്കുന്നു അവരോട് ചേർന്ന്. അവരുടെ ഓർമ്മ, വിശുദ്ധരെ കർത്താവിന് വേണ്ടി ചെയ്ത കാര്യങ്ങളുടെ ഓർമ്മ സുവിശേഷം പ്രഘോഷിക്കുന്ന സ്ഥലത്തൊക്കെ പ്രസ്താവിക്കണം, അവരുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കണമെന്ന കർത്താവിൻ്റെ കൽപ്പനയുണ്ട്. മാർക്കോസ് 14:9. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് പുകച്ചുരുളുകളായി ഉയരുന്നുവെന്ന വെളിപാട് പുസ്തകം 8-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെ വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ തിരുവചനങ്ങൾ വെളിച്ചത്തിലാണ് വചനത്തോട് കൂറുള്ള കത്തോലിക്ക സഭയും അതുപോലെ സഭകളും വിശുദ്ധരുടെ ഓർമ്മ ആചരിക്കുന്നതും അവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നതും അവർ സ്വർഗീയ ലിറ്ററിൽ ചേരുന്നതോടൊപ്പം നമ്മൾ ആ സ്വർഗീയ ലിറ്റർജിയിൽ ഭൂമിയിൽ വെച്ച് ചേരുന്നതും, അങ്ങനെ സ്വർഗത്തിലെ കൂട്ടുകുടുംബത്തോടൊപ്പം ഭൂമിയിൽ നമ്മുടെ കുടുംബങ്ങളും വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും അങ്ങനെ സംഭവിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.